യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 26-ാം അധ്യായം 3-ാം വാക്യം. സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. ഭയവും നിരാശയും സമാധാനം നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. അടുത്തെന്ത് സംഭവിക്കുമെന്ന് അറിയാത്തത് ഭയത്തിനിടയാക്കുന്നു. ആഗ്രഹിച്ചതുപോലെ പലതും നടക്കാതിരിക്കുമ്പോഴും പരാജയങ്ങൾ ഭവിക്കുമ്പോഴും നിരാശ വന്നു ഭവിക്കുന്നു. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ ദൈവം സംരക്ഷിക്കുകയും ധൈര്യവും പ്രത്യാശയും നൽകുകയും ചെയ്യുന്നു. ചിലർ കുറെ കാലം ദൈവത്തിൽ ആശ്രയിച്ചിട്ടും തങ്ങൾ ആഗ്രഹിച്ചതുപോലെ പലതും നടക്കാതിരിക്കുമ്പോൾ അവരിലുള്ള ദൈവസ്നേഹം കുറയുന്നു, ദൈവത്തിലുള്ള വിശ്വാസം മങ്ങുന്നു. എന്നാൽ എത്ര തന്നെ പ്രശ്നങ്ങൾ ഉയർന്നുകൊണ്ടിരുന്നാലും ദൈവത്തിൽ തന്നെ പ്രത്യാശിച്ചിരിക്കുന്നവരുണ്ടാകും. ദൈവം പ്രതീക്ഷിക്കുന്നത് അത്തരത്തിലുള്ള ആശ്രയമാണ്. എന്തു സംഭവിച്ചാലും സകലത്തെയും നിയന്ത്രിക്കുന്ന ഒരു ദൈവത്തിൻ്റെ പൈതലാണ് ഞാനെന്ന ധൈര്യം ഉണ്ടായിരിക്കുക. അതൊരു ചെറിയ കാര്യമല്ല. തീച്ചൂളയിലേക്ക് എറിയപ്പെടുമ്പോഴും ഈ ധൈര്യമാണ് ശദ്രക്കിനും സ്നേഹിതർക്കും ഉണ്ടായിരുന്നത്. തടവറയും ചാട്ടവാർ അടിയും ഒറ്റപ്പെടുത്തലുമെല്ലാം ദൈവജനത്തെ തകർക്കുവാനായി പലരും പ്രയോഗിച്ചപ്പോഴും അവയെല്ലാം ധൈര്യത്തോടെ നേരിടാനും യേശു മാത്രം തങ്ങളുടെ കർത്താവ് എന്ന് ഏറ്റുപറയാനും കഴിഞ്ഞത് ദൈവത്തിൽ ആശ്രയിക്കുന്നത് നിമിത്തം തങ്ങൾക്കുണ്ടായ സമാധാനമാണ്. അമ്മയുടെ മടിത്തട്ടിൽ ശാന്തമായി ഉറങ്ങുന്ന ഒരു കുഞ്ഞിനെ പോലെ നമുക്ക് സമാധാനമായി ഏതു സാഹചര്യത്തിലും ദൈവത്തിൽ ആശ്രയിക്കാം. ദൈവം നമ്മെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ.